സുഭാഷിതം. സൽപ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ സൽപ്രവർത്തനങ്ങൾ പ്രായോഗികമായി കാണിച്ചു തന്നു. അതിനുശേഷം സുവിശേഷം പ്രചരിപ്പിച്ച എല്ലാ തന്റെ ശിഷ്യന്മാരും അതേ മാതൃക പിന്തുടരുന്നു. പുതിയ നിയമത്തിൽ സൽപ്രവർത്തികളെക്കുറിച്ച് പൗലോസ് ധാരാളം എഴുതിയിട്ടുണ്ട്. തീത്തോസിന് കത്തെഴുതി അവസാനിപ്പിക്കുന്ന 3-ാം അധ്യായത്തിൽ 15 വാക്യങ്ങൾ ഉള്ളതിൽ 1, 8, 14 വാക്യങ്ങൾ സൽപ്രവൃത്തികളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 8-ാം വാക്യം വായിക്കുന്നു: ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ദിസ് ഈസ് എ ഫെയ്ത്ത്ഫുൾ സേയിങ്. And these things I want you to affirm constantly, that those who have believed in God should be careful to maintain good works. These things are good and profitable to men. ക്രേത്ത സഭകളിൽ ഉറപ്പിച്ചു പറയേണ്ട കാര്യങ്ങളാണ് തീത്തോസിന് പൗലോസ് പറഞ്ഞു കൊടുക്കുന്നത്. യേശു കർത്താവ് മുൻപേ തന്നെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു. മത്തായി 5:16 എഴുതിയിരിക്കുന്നത്: അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. യേശുവിന്റെ അനുയായികൾ ഉപ്പും വെളിച്ചവും പോലെ മറ്റുള്ളവർക്ക് പ്രയോജനമായി ലോകത്തിലായിരിക്കണം. നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. വിശ്വാസയോഗ്യമായ വചനത്തെക്കുറിച്ച് 1 തിമോഥെയോസ് 1:15 പൗലോസ് എഴുതിയിരിക്കുന്നത്: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ എന്ന്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. എഫേസ്യർ 2:8 പൗലോസ് അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അതിന്റെ അർത്ഥം മറ്റൊന്നല്ല, മനുഷ്യന്റെ ഏതൊരു സൽപ്രവർത്തികൾ കൊണ്ടും രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്നാണ്. എന്നാൽ സൽപ്രവർത്തികൾക്ക് പിന്നെ എന്താണ് ഇത്ര പ്രാധാന്യം? തുടർന്ന് 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നമ്മെ സൃഷ്ടിച്ചത് തന്നെ സൽപ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സൽപ്രവർത്തികളുടെ പ്രാധാന്യമാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. സൽപ്രവർത്തികൾ ചെയ്യേണ്ടവർ ദൈവത്തിൽ വിശ്വസിച്ചവരാണെന്ന് നാം വായിച്ച കുറിവാക്യത്തിൽ കാണുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിലുള്ള വിശ്വാസമാണ് സൽപ്രവർത്തികളുടെ അടിസ്ഥാനം. ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവവചനപ്രകാരം ജീവിക്കുന്നവരും ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. നാം ചെയ്യേണ്ട സൽപ്രവർത്തികൾ എന്താണെന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. അതിന്റെ ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. മീഖാ പ്രവചനം 6:8 ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? സൽപ്രവർത്തികൾ എന്താണെന്ന് എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് വലുതോ ചെറുതോ ഭൗതികമോ ആത്മീയമോ എന്ത് തന്നെയായാലും സ്വീകർത്താവിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയും. അത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പല ഉദാഹരണങ്ങളും വേദപുസ്തകത്തിൽ നിന്ന് തന്നെ എടുത്തു പറയുവാൻ കഴിയും. എന്നാൽ വിസ്താര ഭയത്താൽ ഞാൻ അതിന് മുതിരുന്നില്ല. 14-ാം വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്: ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പന്മാരായിരിക്കാൻ പഠിക്കട്ടെ എന്ന്. എബ്രായർ 13:16 വായിക്കുന്നത്: നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അങ്ങനെയുള്ളവരോട് രാജാവ് പറയും: എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന്
നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. God bless you all with these words.